സർവസംശയച്ഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പുനരാരംഭിക്കുകയാണ്. ചിന്താരത്നം 22 ശീർഷകങ്ങളാണ് നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത്. ഇന്ന് നമുക്ക് ആരംഭിക്കേണ്ടത് 23ാമത്തെ ശീർഷകമാണ്. അതിൻ്റെ പേര് മായാകാര്യം എന്നാണ്. നോക്കാം, മായാകാര്യം എന്താണ്? മായാകാര്യം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള സകല ചേതനവും അചേതനവുമായ പദാർത്ഥങ്ങൾ ഉൾക്കൊണ്ടതാണ്. ലോകം എന്നുള്ളതിൽ അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന വാക്കിന്റെ അർത്ഥത്തിൽ ജീവനുള്ളവയും ഇല്ലാത്തവയുമായ എല്ലാം ഉൾപ്പെടും. അപ്പൊ മായാകാര്യം എന്ന് പറഞ്ഞാൽ ജീവനും ജഗത്തും. ചുരുക്കം, ഈശ്വരൻ മായാകാര്യമല്ല, മായാശക്തിയെ പ്രവർത്തിപ്പിക്കുന്നവനാണ്. മായാവിയാണ്, മായാധിപനാണ്. അതുകൊണ്ട് ഈശ്വരനെ മായയ്ക്കകത്ത് കൊണ്ടുവരണ്ട. അദ്ദേഹം മായയെ വെച്ച് കളിക്കുന്നവനാണ്. അദ്ദേഹത്തിന്റെ ശക്തിയാണ് മായ. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ മായ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരൻ മായയുടെ പിടിയിൽ പെടുന്നില്ല. ജീവന്മാരും ജഗത്തും എന്നും മായയുടെ പിടിയിൽ ആയിരിക്കും, മോക്ഷം നേടാത്തിടത്തോളം കാലം. നോക്കാം നമുക്ക് ഈ ശീർഷകത്തിൽ ആചാര്യൻ എന്താണ് പറയുന്നത് എന്ന്. സത്യവും നിത്യത്വവും ബോധിപ്പിച്ചിയങ്ങുന്ന ശക്തിദാന വിദ്യയാകുന്നതോ നിരന്തരം. വിദ്യയായി വിവേകികൾക്കാത്മജ്ഞാനത്തെ നൽകി മുക്ത്യർത്ഥയായിട്ടിരുന്നിടുന്നീതതുകൊണ്ടും തിയാം മഹാമായ കൽപ്പിതമല്ലോ പാർത്താൽ ഇത്രിലോകവും അതിൽ ഉള്ളൊരു പദാർത്ഥവും ഒക്കെയും മായാകാര്യം എന്നു ചൊല്ലുക കൊണ്ടും ഉക്തമായിടാം മായാകാര്യം തന്നെ കേൾക്ക. സത്യവും നിത്യത്വവും ബോധിപ്പിച്ചിയങ്ങുന്ന ശക്തിതാൻ അവിദ്യയാകുന്നത് നിരന്തരം. സത്യം നിത്യം. സത്യം പരിണമിക്കാത്തത്, മാറാത്തത്. നിത്യം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത്. സത്യമായാൽ നിത്യമായേ പറ്റൂ. നിത്യമായതിന് മാത്രമേ സത്യത്വം യോജിക്കുകയുമുള്ളൂ. ഇങ്ങനെ സത്യം, നിത്യം, ആനന്ദം അല്ലെങ്കിൽ സത്ത്, ചിത്ത്, ആനന്ദം, ഈ 3 ഗുണങ്ങളെയും അറിയിപ്പിച്ച് ഇയങ്ങുന്ന, അത് മലയാളമല്ല, ഒരു തമിഴ് പദമാണ് ഈ ഇയങ്ങുന്ന. തമിഴില് ഇയങ്ങുക, ഇയങ്ങുക അല്ല, ഇയങ്കറത് എന്ന് പറഞ്ഞാൽ ചലിക്കുക, പ്രവർത്തിക്കുക എന്നാണ് അർത്ഥം. അപ്പോ സത്യം, നിത്യം തുടങ്ങിയ ഗുണങ്ങൾ ഈ ബ്രഹ്മത്തിനുണ്ട് എന്ന് അറിയിച്ചു തരുന്നത് സത്വമായ. ബ്രഹ്മം വാസ്തവത്തിൽ നിർഗുണമാണ്. എന്തെങ്കിലും ഗുണം അതിൽ ആരോപിക്കപ്പെടുന്നത് മായയുടെ സംയോഗം കൊണ്ടാണ്. മായയെ അംഗീകരിക്കുമ്പോഴാണ് ഈ സത്ത്, ചിത്ത്, ആനന്ദം എന്ന 3 ഭേദങ്ങൾ തന്നെ തോന്നുന്നത്. ആ 3ഉം ഭേദമല്ല, ബ്രഹ്മസ്വരൂപമാണ്, സ്വരൂപ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞ 3ഉം എന്നുണ്ടെങ്കിലും ഈ 3നെ തന്നെ അംഗീകരിക്കണമെങ്കിൽ മായയെ കൂട്ടുപിടിച്ചാലേ പറ്റൂ. സത്യവും നിത്യത്വവും ബോധിപ്പിച്ച് ഇവയൊക്കെ ഉള്ളതുപോലെ തോന്നിച്ച് ബ്രഹ്മം സത്യമാണ്, നിത്യമാണ്, ആനന്ദമാണ്. വാസ്തവത്തിൽ സത്യം, നിത്യം എന്ന് പറയുന്നതിനേക്കാളും ബ്രഹ്മത്തെ നിർവചിക്കാൻ ഏറ്റവും പറ്റിയ വാക്ക് ആനന്ദം. അപ്പോ ഇങ്ങനെയുള്ള സ്വരൂപ ലക്ഷണങ്ങളെ അറിയിച്ചു തന്നുകൊണ്ട് ബോധിപ്പിച്ച് ഇയങ്ങുന്ന, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശക്തി താൻ അവിദ്യയാകുന്നതു നിരന്തരം. ഈ ശക്തിയെയാണ് അവിദ്യ എന്ന് പറയുന്നത്. അവിദ്യ എന്ന് പറഞ്ഞാൽ അജ്ഞാനം. അവിദ്യ വ്യഷ്ടിതലത്തിലും മായ സമഷ്ടിതലത്തിലുമാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ സമഷ്ടിതലത്തിലുള്ള മായയെ കുറിച്ച് സംസാരിക്കുന്ന വേളയിൽ എന്തുകൊണ്ട് അവിദ്യ എന്ന വാക്കിനെ പ്രയോഗിച്ചു എന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായി അവിദ്യയ്ക്കും മായയ്ക്കും തമ്മിൽ ഭേദമില്ല. ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട വ്യത്യാസമില്ല. രണ്ടും മറയ്ക്കുക
എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരേ സ്വഭാവത്തോടു കൂടിയവയാണ്. അവിദ്യയും മറയ്ക്കും, മായയും മറയ്ക്കും. മായ എങ്ങനെയാ ബ്രഹ്മത്തെ മറയ്ക്കുന്നത്? നാമരൂപങ്ങളെ സത്യമെന്ന പോലെ ഉണ്ടാക്കി കാണിച്ച് പലവിധ നാമരൂപങ്ങളെ സൃഷ്ടിക്കുന്നത് മായയാണ്. ആ മായ ഏകമായ ബ്രഹ്മതത്വത്തെ തൻ്റെ നാമരൂപ പ്രകടനത്തിലൂടെ മറയ്ക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. അപ്പോഴും ഒന്നും മറയ്ക്കപ്പെടുന്നില്ല. സ്വർണം എത്ര നാമരൂപങ്ങളായി പ്രകടമായാലും അഥവാ ആഭരണങ്ങളായി കാണപ്പെട്ടാലും സ്വർണം എന്ന അംശം മറഞ്ഞു പോകുന്നില്ല. സ്വർണം എന്ന അംശം മറഞ്ഞു പോയാൽ പിന്നെ ഈ നാമരൂപങ്ങൾക്ക് തന്നെ, ആഭരണങ്ങൾക്ക് തന്നെ നിലനിൽപ്പില്ലാതെയാവും. ആഭരണ നാമരൂപങ്ങളെ നമ്മൾ കാണുന്നുണ്ടല്ലോ, സ്വർണമാണ് എന്ന് കാണാൻ പറ്റുന്നില്ല. അപ്പോ സ്വർണം എന്ന അംശം മറയ്ക്കപ്പെടുന്നില്ല. മറയ്ക്കപ്പെടാതെയാണ് നാമരൂപങ്ങളുടെ ആരോപം അതിൽ സംഭവിക്കുന്നത്. ഇവിടെ അവിദ്യ എന്ന് പറയുന്നുണ്ടെങ്കിലും ഉദ്ദേശിക്കപ്പെടുന്നത് മായയാണ്. ഈശ്വരന്റെ ഉപാധി സത്വമായയാണ്, ജീവന്റെ ഉപാധി അവിദ്യയാണ്. ഇവിടെ മായാകാര്യം എന്ന ശീർഷകത്തിൽ അവിദ്യ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് മായ എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ഈ അവിദ്യ അഥവാ മായ സത്യത്തെ മറയ്ക്കുന്ന ഒരു അനിർവചനീയ ശക്തി, അത് ബ്രഹ്മത്തിന്റെ തന്നെ ശക്തിയാണ്. അത് നിരന്തരം ഈ നാമരൂപങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി ഈ അവിദ്യ അല്ലെങ്കിൽ മായ അത് തന്നെയാണ് ഈ നാമരൂപങ്ങളെ ഭ്രമം എന്ന് മനസ്സിലാക്കി തന്ന ഏകമായ തത്വത്തെ വെളിപ്പെടുത്തുന്നതും. അതും മായയുടെ സ്വഭാവം തന്നെയാണ്. ആ മായയുടെ സാത്വികമായ അംശം സത്യത്തെ വ്യക്തമാക്കി തരുന്നു, വെളിപ്പെടുത്തി തരുന്നു. രജസ് തമസ് ഈ രണ്ട് ഭാവങ്ങൾ സത്യത്തെ മറച്ചു കളയുന്നു. വാസ്തവത്തിൽ രജസ്സിനും തമസ്സിനും പ്രാധാന്യം കൽപ്പിക്കപ്പെടുമ്പോഴാണ് അവിദ്യ എന്ന പദം നമ്മൾ പ്രയോഗിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങൾ. ഇനി സത്വം എന്ന അംശത്തെ മാത്രം അംഗീകരിക്കുമ്പോൾ അത് ഒരിക്കലും മറയ്ക്കുന്നില്ല. സത്യത്തെ അത് വ്യക്തമാക്കി പ്രകടമാക്കി തരികയാണ് ചെയ്യുന്നത്, വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. യഥാർത്ഥ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ശക്തിവിശേഷമാണ്, മായയുടെ തന്നെ അംശമാണ് ഈ സത്വഗുണം. അപ്പോ ഈ അവിദ്യ തന്നെയാണ് വിദ്യയായും പ്രകാശിക്കുന്നത്. രണ്ട് തരത്തിലുള്ള പ്രകടനങ്ങൾ, ഒരേ ബ്രഹ്മശക്തി തന്നെ അവിദ്യയായും സത്വമായയായും പ്രകടമാകുന്നു എന്ന് മനസ്സിലാക്കുക. വിദ്യയായി വിവേകികൾക്ക് ആത്മജ്ഞാനത്തെ നൽകി മുക്ത്യർത്ഥയായിട്ടിരുന്നിടുന്നതുകൊണ്ടും ഈ അവിദ്യ തന്നെ അല്ലെങ്കിൽ ഈ മായയുടെ ഒരംശം തന്നെ വിദ്യാരൂപിണിയായി മാറി വിവേകികൾക്ക് ആത്മജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു. അങ്ങനെ മോക്ഷത്തിനു കാരണഭൂതയാകുന്നു. ഒന്ന് മറയ്ക്കുന്നു, ആ ശക്തിയുടെ തന്നെ മറ്റൊരംശം മറനീക്കി സത്യത്തെ ഉള്ളതുപോലെ പ്രകാശിപ്പിച്ചു തരുന്നു. മുക്ത്യർത്ഥയായിട്ടിരുന്നിടുന്നത് അതുകൊണ്ടും ശക്തിയാം മഹാമായ കൽപ്പിതമല്ലോ പാർത്താൽ. ഈ അനിർവചനീയ ശക്തിയായ മായ, അതിനെ തന്നെയാണ് നമ്മൾ മഹാമായ, ഒരു ദേവിയുടെ രൂപത്തിൽ നമ്മൾ ആരാധിക്കാറില്ലേ? അമ്മേ മഹാമായേ എന്ന് പ്രാർത്ഥിക്കാറില്ലേ, അപേക്ഷിക്കാറില്ലേ? ഈ മഹാമായ ബ്രഹ്മശക്തിയാണ്. ആ മായാകൽപ്പിതമാണ് ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള സർവ്വതും. ശക്തിയാം മഹാമായ കൽപ്പിതമല്ലോ പാർത്താൽ. പാർത്താൽ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ, പരിശോധിച്ചാൽ. എന്താണ് മഹാമായ കൽപ്പിതം? ഈ ത്രിലോകവും അതിലുള്ളൊരു പദാർത്ഥവും ഒക്കെയും മായാകാര്യം എന്ന് ചൊല്ലുക കൊണ്ടും ഉക്തമായിടാം മായാകാര്യം തന്നെ കേൾക്ക. ഈ ത്രിഭുവനങ്ങളിൽ ഭൂമി, സ്വർഗം, പാതാളം, ഈ 14 ലോകം, ഈ 14 ലോകം എന്ന് പറയും, ത്രിഭുവനങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ എന്ന് ബാലകൃഷ്ണൻ നായർ സാറ് പറയുന്നത് പോലെയും പറയും. ഈ എണ്ണത്തിലൊന്നും ഒരു കഥയുമില്ല. അനന്തകോടി ബ്രഹ്മാണ്ടമായാലെന്ത്, ത്രിഭുവനങ്ങളായാലെന്ത്, ഈ 14 ലോകങ്ങളായാലെന്ത്, എന്തു തന്നെയായാലും ഈ പ്രപഞ്ചത്തിനകത്തുള്ള സകല പദാർത്ഥവും ഒക്കെയും മായാകാര്യം, മായയുടെ സൃഷ്ടിയാണ്. മായയുടെ പ്രകടനമാണ് ഈ വൈവിധ്യം അല്ലെങ്കിൽ നാനാത്വം എന്ന് ശാസ്ത്രങ്ങൾ ചൊല്ലുക കൊണ്ടും പറയുന്നത് കൊണ്ടും ഉക്തമായിടാം മായാകാര്യം തന്നെ കേൾക്ക.
ശാസ്ത്രങ്ങൾ പ്രപഞ്ചത്തെ മായാകാര്യം എന്ന് പറയുന്നത് കൊണ്ട് ഇത് മായാകാര്യം തന്നെ എന്ന് അംഗീകരിക്കണം. നമ്മൾ അതിനെ അപ്പടി സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. കേൾക്കൂ എന്നാണ് പറയുന്നത്. സാരം വായിക്കാം. സത്യമെന്തെന്നും നിത്യമെന്തെന്നും അസത്യമെന്തെന്നും ബോധ്യപ്പെടുത്തി തരുന്ന മായാശക്തിയാണ് നിരന്തരം ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അറിവ് വ്യഷ്ടിതലത്തിലാണല്ലോ, ഓരോ വ്യക്തിയുമാണല്ലോ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. അത് ശരീരത്തിൽ മാത്രമല്ല ഈ മായ, പുറം ലോകത്തിലും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിലും ഈ മായാശക്തി തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതേ മായാശക്തി തന്നെയാണ് വിദ്യയായി വിവേകികൾക്ക് ആത്മജ്ഞാനത്തെ പ്രദാനം ചെയ്ത് മുക്തിക്കു കാരണമായി കൊണ്ടിരിക്കുന്നത്. ഇവയെല്ലാം മഹാമായയുടെ കൽപ്പിതമാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ്, പ്രകടനങ്ങളാണ്. വസ്തുസത്തയ്ക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കാതെ പലതുണ്ട് എന്ന് തോന്നിക്കുന്ന അദ്ഭുത ശക്തിയാണ് മഹാമായ. പാതാളം, ഭൂമി, ആകാശം അങ്ങനെ പറയാം, അല്ലെങ്കിൽ പാതാളം, ഭൂമി, സ്വർഗം എന്നും പറയാം. ഈ മൂന്ന് ലോകവും അവയിലെ ചരാചരങ്ങളും മായാകാര്യമാണെന്നുള്ള ധാരണയുള്ളതുകൊണ്ട്, ശാസ്ത്രങ്ങൾ അങ്ങനെ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് അവയുടെ സത്യാവസ്ഥ വെളിപ്പെടുത്താം. ഉക്തമായിടാം മായാകാര്യം തന്നെ കേൾക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വൃത്തഭംഗം വരും. ഉക്തമായിടാം മായ കാര്യം തന്നെ കേൾക്കാ, വൃത്തഭംഗം. അതുകൊണ്ട് കാര്യം എന്ന മലയാള പദത്തെ കാര്യം എന്ന് മാറ്റി പറഞ്ഞിരിക്കുന്നു, വൃത്തത്തിന് ഭംഗം വരാതിരിക്കാൻ വേണ്ടി. ഉക്തമായിടാം മായ കാര്യം തന്നെ കേൾക്കാ, കാര്യം തന്നെയാണ് കാര്യം. ഇനി എന്തു പറയുന്നു എന്ന് നോക്കാം. സത്വാദി ഗുണത്രയ യുക്തയാം പ്രകൃതിക്ക് പിൽപ്പാട് നാമം മഹാസുഷുപ്തി എന്നും ചൊല്ലും. അമ്മഹാസുഷുപ്തിയിൽ അഖില ജീവാക്കളും പൊന്മാറ്റു മെഴുകുണ്ട തന്നിലെന്നതുപോലെ വാസന പോലെ ലയിച്ചിരിക്കും കാലത്തിങ്കൽ ശാസന ചെയ്യും ജഗൻ നായകൻ സൃഷ്ടിക്കായി. ഈ സൃഷ്ടി എന്തിനു സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു, ആരുടെ പ്രേരണ കൊണ്ട് സംഭവിക്കുന്നു, സൃഷ്ടിയുടെ പുറകിൽ കളിക്കുന്നത് ആര്? അനാദികാലമായി പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ സൃഷ്ടിയുടെ രഹസ്യത്തെ അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു മനുഷ്യൻ. ശാസ്ത്രജ്ഞന്മാരും പ്രപഞ്ചോത്പത്തിയെക്കുറിച്ച് പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രശസ്തമായ പ്രചാരം നേടിയ ഒരു സിദ്ധാന്തമാണ് ദ ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ മഹാവിസ്ഫോടനം. പ്രപഞ്ചം ഇങ്ങനെ അനേകം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മറ്റ് പദാർത്ഥങ്ങളുമായി വിഭജിക്കുന്നതിന് മുമ്പ് ആദ്യം എന്തോ ഒന്നുണ്ടായിരുന്നു. അത് മുട്ടയുടെ ആകൃതിയിൽ, അണ്ഡാകൃതിയിലാണ് എന്നാണ് ഈ ശാസ്ത്രജ്ഞന്മാരും സമ്മതിക്കുന്നത്. നമ്മുടെ ശാസ്ത്രങ്ങൾ ഈ ആദ്യമുണ്ടായിരുന്ന, പ്രപഞ്ചോത്പത്തിക്ക് മുമ്പുണ്ടായിരുന്ന ആ ഒന്നിന്, ആ ഒരു അണ്ഡത്തെ, മുട്ടയെ ബ്രഹ്മാണ്ഡം എന്ന പേര് പറഞ്ഞ് വിളിച്ചു. സൃഷ്ടിയുടെ രഹസ്യം വെളിപ്പെടുത്താനായി ഈ ആധുനിക ശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ച സിദ്ധാന്തമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം അഥവാ ബിഗ് ബാങ് തിയറി. അവരും ഒരു മൂലപ്പൊരുളിനെയാണ് ആദ്യം അംഗീകരിക്കുന്നത്. കാരണം ശൂന്യതയിൽ നിന്ന് ഒന്നും ഉണ്ടാവാൻ വയ്യ. ഇല്ലായ്മയിൽ നിന്ന് പൊടുന്നനെ അനേകം വസ്തുക്കളോട് കൂടിയ അനേകം ഗോളങ്ങൾ, പ്രപഞ്ച ഘടകങ്ങൾ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാകും? സാധ്യമല്ല. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെ വിവരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഒരു മുട്ടയുടെ ആകൃതിയിൽ എന്തോ ഒന്നുണ്ടായിരുന്നു. അതിനകത്ത് അതിഭീകരമായ ഒരു പൊട്ടിത്തെറി സംഭവിച്ചു. അത് പൊട്ടിച്ചിതറി 4 ഭാഗത്തേക്കും കഷണങ്ങളായി തെറിച്ചു. അങ്ങനെ തെറിച്ചുണ്ടായതാണ് ഈ സൂര്യനും ചന്ദ്രനും മറ്റ് താരാഗണങ്ങളും ക്ഷീരപഥങ്ങളും എന്തൊക്കെയുണ്ടോ അതെല്ലാം. നമുക്ക് ഒരൊറ്റ ചോദ്യമേ ഈ ശാസ്ത്രജ്ഞന്മാരോട് ചോദിക്കാനുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ വളരെ ലഘുവായ ചോദ്യം, യുക്തിയുക്തമായ ചോദ്യം. ഈ മഹാവിസ്ഫോടനം സംഭവിക്കുന്നതിന് മുമ്പ്
മുട്ടയുടെ ആകൃതിയിൽ എന്തോ ഒന്ന് ആദ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതെവിടെ നിന്ന് വന്നു? അതിനും കൂടെ മറുപടി പറഞ്ഞാലേ ഈ പ്രപഞ്ചോത്പത്തിയുടെ വിവരണം പൂർണ്ണമാവൂ. ഇങ്ങനെ ഒന്ന് ആദ്യമേ ഉണ്ടായിരുന്നു, അത് എവിടെ നിന്ന് വന്നു, ആരുണ്ടാക്കി? അത് തെറിച്ചിട്ടാണല്ലോ ഈ അനേകം പ്രപഞ്ച ഘടകങ്ങൾ ഉണ്ടായത്. ആ ചോദ്യത്തിന് ഈ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞന്റെ പക്കൽ യുക്തിയുക്തമായ മറുപടി ഇല്ല. അടിസ്ഥാനം തന്നെ ഇളകിപ്പോയി, ആദ്യ പടി തന്നെ പിഴച്ചുപോയി. കാരണം ഈ മൂലവസ്തു ആദ്യ ഒരെണ്ണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് എവിടെ നിന്ന്, എങ്ങനെ, ആരുണ്ടാക്കി? അങ്ങനെ ഒരു മൂലവസ്തു നേരത്തെ ഉണ്ടായിരുന്നു എന്ന് അംഗീകരിക്കുന്നതിന് പകരം ഈ പ്രപഞ്ച ഘടകങ്ങൾ ഇപ്പോൾ കാണുന്നത് പോലെ ഇവയെല്ലാം തന്നെ ആദ്യമേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അല്ല, എന്താ വ്യത്യാസം? ആദ്യം ഒരു മൂലവസ്തു ഉണ്ടായിരുന്നു, അത് പൊട്ടിത്തെറിച്ച് അനേകം കഷണങ്ങളായി ഈ പ്രപഞ്ച ഗോളങ്ങളായി മാറി എന്ന് പറയുന്നതിന് പകരം ആദ്യമേ തന്നെ ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് സങ്കല്പിച്ചാൽ പോരെ? ഇതൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ. ഈ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ആരും ഈ പ്രപഞ്ചോത്പത്തിക്ക് സാക്ഷ്യം വഹിച്ചിട്ടില്ല. അത് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. ഇതെല്ലാം മനുഷ്യ ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വെറും ഭാവനകൾ, സങ്കല്പങ്ങൾ മാത്രമാണ്. ഒന്നിനും ഒരു അടിസ്ഥാനവുമില്ല. പക്ഷേ ഒക്കെ ഗംഭീരൻ സിദ്ധാന്തങ്ങളാണ്. കോളേജുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഗവേഷണ വിദ്യാർത്ഥികൾ ഈ സിദ്ധാന്തങ്ങളെ വെച്ചുകൊണ്ടാണ് അവരുടെ ഗവേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒക്കെ ശരി തന്നെ. പക്ഷേ ഈ മൂലപ്പൊരുൾ ആദ്യം ഒന്നുണ്ടായിരുന്നു മുട്ടയുടെ ആകൃതിയിൽ എന്ന് പറയുന്നതിന് പകരം ഇതെല്ലാം ഇങ്ങനെ തന്നെ ആദ്യമേ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ അപാകതയൊന്നുമില്ല. അല്ലെങ്കിൽ ഈ മൂലപ്പൊരുളായ മുട്ടയുടെ ആകൃതിയിലുള്ള എന്തോ ഒന്നും ഉണ്ടായിരുന്നല്ലോ, അതെവിടെ നിന്ന് വന്നു, ആരുണ്ടാക്കി എന്ന ചോദ്യത്തിന് മറുപടി പറയണം. അതില്ലാത്തിടത്തോളം കാലം നമുക്ക് ഈ സിദ്ധാന്തത്തെ പൂർണ്ണമായി അംഗീകരിക്കാൻ വയ്യ. ഇങ്ങനെ പ്രപഞ്ചോത്പത്തിക്ക് മഹാവിസ്ഫോടന സിദ്ധാന്തം എന്ന ഒരു ആശയം അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു സിദ്ധാന്തവുമുണ്ട്, സ്ഥിരസ്ഥിതി സിദ്ധാന്തം. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ കാണുന്ന ഈ പ്രപഞ്ചമുണ്ടല്ലോ, ഇതൊക്കെ പണ്ടേ ഇങ്ങനെ തന്നെ ആയിരുന്നു. എത്ര എളുപ്പമായിരുന്നു നോക്കൂ. ആദ്യം എന്തോ ഉണ്ടായിരുന്നു, അതിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ച് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചാണ് ഇപ്പോഴുള്ളത് പോലെയൊക്കെ ഓരോന്നുണ്ടായത് എന്ന് പറയുന്നതിന് പകരം വളരെ സേഫ് ആയിട്ട് കളിക്കാം. എന്താണ്? ഇത് പണ്ടേക്ക് തന്നെ ഇങ്ങനെ ആയിരുന്നു. അങ്ങനെയും ഒരു സിദ്ധാന്തമുണ്ട്. അതിനെയാണ് സ്ഥിരസ്ഥിതി സിദ്ധാന്തം എന്ന് പറയുന്നത്. അതിൽ ഒരു മൂലപ്പൊരുളൊന്നുമില്ല, മുട്ടയുടെ ആകൃതിയിലുള്ള ഒരു അടിസ്ഥാന വസ്തു ഒന്നുമില്ല. ഇതൊക്കെ പണ്ടേക്ക് തന്നെ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നുണ്ട്. രണ്ടിനും ഒരു അധിഷ്ഠാനവുമില്ല. നമ്മുടെ ഉപനിഷത്തുകൾ വളരെ വ്യക്തമായി പ്രപഞ്ച സൃഷ്ടിയെ, പ്രപഞ്ചോത്പത്തിയെ വർണ്ണിക്കുന്നു. ഈ പ്രപഞ്ചം നാമരൂപങ്ങളായി ഇങ്ങനെ വേർതിരിയുന്നതിന് മുമ്പ് അഖണ്ഡവും നിബിഡവുമായ ഒരു സത്ത, ഉണ്മ സ്വരൂപമായ വസ്തു, ബാലകൃഷ്ണൻ നായർ സാറ് പറയുന്നത് അഖണ്ഡ ബോധം, ആ അഖണ്ഡ ബോധം മാത്രമാണ് ആദിയിൽ നിലനിന്നിരുന്നത്. അങ്ങനെ ഒന്നിൽ നിന്ന് എങ്ങനെ ഈ നാമരൂപാത്മകമായ പ്രപഞ്ചം ഉണ്ടായി എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ വയ്യ. പിന്നെ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ച ഗോളങ്ങളും അവയിലെ പദാർത്ഥങ്ങളും മറ്റും എങ്ങനെ എന്ന് ചോദിച്ചാൽ അതിനെ വിവരിക്കാനാണ് മായാവാദത്തെ അംഗീകരിക്കുന്നത്. അധിഷ്ഠാന സത്യം അന്നും ഇന്നും എന്നും ഒന്നു തന്നെയായിരുന്നു. നാമരൂപ പ്രകടനങ്ങൾക്ക് കാരണം ആ വസ്തുവിന്റെ തന്നെ ഒരു ശക്തിവിശേഷം ആണ്. അതിനെയാണ് മായ എന്ന് പറയുന്നത്. ആ മായ കാരണം ആ ഒന്നായ വസ്തു പലതെന്ന പോലെ തോന്നി. യഥാർത്ഥത്തിൽ പലതായിട്ടില്ല. ഒന്ന് പലതെന്ന പോലെ തോന്നുന്നത്, ആ തോന്നലിന് കാരണമായിരിക്കുന്ന ഒരു ശക്തി ആ ഒന്നിന്റെ ഉള്ളിൽ അന്തർലീനമായിരുന്നു. ആ ശക്തി പ്രകടമായി വെളിപ്പെട്ടു. അപ്പോൾ പലതും
അതിൽ നിന്ന് ഉണ്ടാവുന്നത് പോലെ തോന്നി. തോന്നി എന്ന വാക്ക് ദയവായി അടിവരയിടുക. അപ്പോ ഒന്ന് ഒന്നായിരിക്കവേ എങ്ങനെയാ പലതെന്ന പോലെ കാണപ്പെടുന്നത്? പലതെന്ന പോലെ കാണപ്പെടുന്നുണ്ടല്ലോ, നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. അതിന് കാരണം ഈ മായാശക്തിയാണ്. ഇങ്ങനെയാണ് വേദാന്ത ശാസ്ത്രം പ്രപഞ്ച സൃഷ്ടിയെ വിവരിക്കുന്നത്. നോക്കാം എന്താണ് ചിന്താരത്നത്തിൽ പറയുന്നത്. വേദാന്ത ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ് തുഞ്ചത്താചാര്യനും പറയുന്നത്. സത്വാദി ഗുണത്രയയുക്തയാം പ്രകൃതിക്ക്, സത്വം മുതലായ 3 ഗുണങ്ങളോട് കൂടിയ പ്രകൃതിക്ക്. ഇവിടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ മായ എന്ന്. മായ, പ്രകൃതി എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഈ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ ആധുനിക ശാസ്ത്രം പറയുന്ന പ്രകൃതിയല്ല, നേച്ചർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ പ്രകൃതിയല്ല. പ്രകൃതി എന്ന് പറഞ്ഞാൽ വേദാന്ത ശാസ്ത്രത്തിൽ മായ എന്ന് തന്നെയാണ് അർത്ഥം. പര്യായ പദങ്ങളാണ് ഇവ രണ്ടും. സത്വം, രജസ്, തമസ്, ഇതാണ് സത്വാദി ഗുണത്രയം. ഈ ഗുണത്രയങ്ങളോട് കൂടിയ പ്രകൃതിക്ക് പിൽപ്പാട്, പിന്നീട് നാമം മഹാസുഷുപ്തി എന്നും ചൊല്ലും. ആദ്യം പ്രകൃതി, മായ എന്നൊക്കെ പറയും. പിന്നീട് പുതിയൊരു പേര് പറഞ്ഞും ഇതിനെ വിളിക്കും. അതിന്റെ പേര് മഹാസുഷുപ്തി, വലിയ ഉറക്കം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മഹാസുഷുപ്തി. സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഗാഠനിദ്ര, സ്വപ്നം പോലും കാണാതെ കിടന്നുറങ്ങുന്ന അവസ്ഥയാണ് സുഷുപ്തി. മഹാസുഷുപ്തി എന്ന് എന്തിനു പേര് കൊടുത്തു എന്ന് ചോദിച്ചാൽ, പ്രപഞ്ചത്തിന്റെ ആവിർഭാവത്തിന് മുമ്പ് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അവയൊക്കെ ഒരു ഇരുട്ടിൽ ലയിച്ചു കിടന്നു. ഉറക്കം പോലെയുള്ള ഒരവസ്ഥയിലായിരുന്നു ഈ പ്രപഞ്ചം. എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങൾ വേർതിരിയുന്നതിന് മുമ്പ് ഈ നാമരൂപങ്ങൾ സൂക്ഷ്മരൂപത്തിൽ, ഉറക്കത്തിൽ നമ്മുടെ ഉള്ളിലുള്ള സങ്കല്പങ്ങളും വിചാരങ്ങളും ചിന്തകളും എല്ലാം എങ്ങനെയാണോ നശിക്കാതെ എന്നാൽ പ്രകടമാകാതെ ലയിച്ചു കിടക്കുന്നത്, അതുപോലെ ഒരു വലിയ ഉറക്കത്തിലായിരുന്നു ഈ പ്രപഞ്ചം. ആ അവസ്ഥയെ അവ്യക്തം എന്നാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ വിവരിക്കുന്നത്. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്ര കാ പരിദേവന എന്നാണ് അർജുനനോട് കൃഷ്ണ പരമാത്മാവ് ചോദിക്കുന്നത്. അവ്യക്തമായ ആദിയോട് കൂടിയതും വ്യക്തമായ മധ്യത്തോട് കൂടിയതും അവ്യക്തമായ അന്തത്തോട് കൂടിയതുമാണ് ഈ പ്രപഞ്ചം. തുടങ്ങിയത് എവിടെ നിന്നറിയില്ല, ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഏതിലാണ് ലയിക്കുന്നത്, എവിടെയാണ് പോയി അപ്രത്യക്ഷമാകുന്നത് ഒന്നും അറിയില്ല. ആദിയും അന്തവും അറിയില്ല. നടുക്ക് മധ്യം വളരെ വ്യക്തം. അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വ്യക്തമായ മധ്യത്തോട് കൂടിയതും തുടക്കവും ഒടുക്കവും അറിയാൻ പറ്റാതെയും ഇരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സംഭവങ്ങളെ ഓർത്ത് എന്റെ പൊന്നർജുന നീ എന്തിന് കരയുന്നു എന്നാണ് ചോദിക്കുന്നത്. തത്രകാ പരിദേവന. ഇവിടെ ദുഃഖിക്കാൻ എന്തുണ്ട്? ആരംഭം എന്താണെന്ന് അറിയില്ല, അന്തവും അറിയില്ല. ഇടയ്ക്ക് എന്തൊക്കെയോ കാണുന്നു. ചിലത് നമ്മെ രസിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു, ചിലത് കരയിക്കുന്നു. ഈ സന്തോഷത്തിനും കരച്ചിലിനും എന്തെങ്കിലും അർത്ഥമുണ്ടോ? സമചിത്തനായി ജീവിക്കൂ അർജുന. ഇതാണ് കൃഷ്ണന്റെ ഉപദേശം. അപ്പൊ അവിടെ അവ്യക്തം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ തന്നെയാണ് മഹാസുഷുപ്തി എന്നും പറയുന്നത്. ഒന്നുമല്ല, മായ നാമരൂപ പ്രകടനത്തിന് മുമ്പ് എന്തൊക്കെ ഈ നാമരൂപ പ്രകടനത്തിൽ ഉണ്ടാവണം എന്നുള്ളതെല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ട് ഒരു അവ്യക്ത അവസ്ഥയിലിരുന്നു. അതാണ് പ്രപഞ്ചം ഉണരുന്നതിന് മുമ്പ് ഉറങ്ങിക്കിടന്നിരുന്ന അവസ്ഥ എന്ന് പറയുന്നത്. അത് സാധാരണ സുഷുപ്തിയല്ല, മഹാസുഷുപ്തി. അതും മായ എന്ന് തന്നെയാണ്. മായ പ്രകടമാകുന്നതിന് മുമ്പുള്ള അവസ്ഥ. അപ്പോഴും അതും മായ തന്നെയാണ്. ഈ അവ്യക്തവും യഥാർത്ഥത്തിലുള്ള ഒന്നല്ല. വ്യക്തമായ ബോധാനുഭവമാണ് സത്യം. ആ ബോധാനുഭവം മറയ്ക്കപ്പെടുകയും എന്നാൽ നാമരൂപങ്ങൾ ആവിർഭവിക്കുന്നതിന് മുമ്പുമുള്ള ഒരു ഇടവേളയാണ് ഈ മഹാസുഷുപ്തി അല്ലെങ്കിൽ അവ്യക്തം. സത്യത്തെ മറച്ചു. അപ്പൊ സത്യം
മറഞ്ഞതുപോലെ തോന്നി. മറച്ചു എന്ന് പറഞ്ഞാൽ മറഞ്ഞതുപോലെ തോന്നി. എന്നാൽ നാമരൂപങ്ങൾ പ്രകടമായോ? ആയിട്ടുമില്ല. ഇങ്ങനെ ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കുള്ള ഒരു ഇന്റർമീഡിയറി സ്റ്റേജ് ആണ് ഈ മഹാസുഷുപ്തി. മഹാസുഷുപ്തിയിൽ അഖില ജീവാക്കളും, ഇവിടെ ഒരു പുതിയ വാക്ക് പ്രയോഗിക്കുകയാണ്, ജീവാക്കൾ. ശരിക്കും ജീവന്മാർ എന്ന് വേണം പറയാൻ. ജീവാക്കൾ എന്ന് പറഞ്ഞാൽ ജീവന്മാർ എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെ ഒരു പദം പ്രയോഗിച്ചിട്ടുണ്ട്. ആ മഹാസുഷുപ്തിയിൽ എന്തൊക്കെയുണ്ട്? നാമരൂപ പ്രകടനം തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ പൊന്തി വരുമോ അത് മുഴുവൻ സൂക്ഷ്മരൂപത്തിൽ ഈ മഹാസുഷുപ്തിയിൽ, അല്ലെങ്കിൽ ഒരു വലിയ അന്ധകാരത്തിൽ, ഒരു ഇരുട്ടിൽ ലയിച്ചു കിടന്നിരുന്നു. മഹാസുഷുപ്തിയിൽ അഖില ജീവാക്കളും, അനേകം ജീവന്മാർ, കോടാനുകോടി ജീവന്മാർ, ജീവാത്മാക്കൾ ആ മഹാസുഷുപ്തിയിൽ ലയിച്ചു കിടന്നിരുന്നു. ഓരോന്നും തലപൊക്കാൻ പോകുന്നതേ ഉള്ളൂ, ഉണർന്നു വരാൻ പോകുന്നു. ആര്? അനേക കോടി ജീവന്മാർ. ഈ ജീവന്മാർ എവിടെ നിന്നാ വന്നത്? അത് പറഞ്ഞു തരാം. ഈ ജീവന്മാർ കഴിഞ്ഞ സൃഷ്ടിയിൽ, കഴിഞ്ഞ കൽപ്പത്തിൽ മോക്ഷം നേടാതെ ഇരുന്ന ജീവന്മാരുണ്ടല്ലോ, അവരാണ് ഈ അവ്യക്താവസ്ഥയിൽ അലിഞ്ഞു കിടക്കുന്നത്, ലയിച്ചു കിടക്കുന്നത്. അപ്പോ അവർ വീണ്ടും ഉണർന്നു വന്നേ പറ്റൂ. കാരണം അവരുടെ ഉള്ളിൽ വാസനകളുണ്ട്. ആ വാസനകളുടെ പൂർത്തീകരണത്തിനായി ഈശ്വരൻ പ്രപഞ്ച സൃഷ്ടി നടത്തും. ആ പ്രപഞ്ച സൃഷ്ടി നടത്തപ്പെടുമ്പോൾ ഈ ജീവന്മാരും ഉണർന്നു വരും. ജീവന്മാരുടെ ഉണരലും പ്രപഞ്ച സൃഷ്ടിയും ഏകകാലത്ത് സംഭവിക്കുന്നു. ഇത് രണ്ടിനും ഉത്തരവാദി ഈശ്വരൻ. ആ മഹാസുഷുപ്തിയിൽ ഈ അഖില ജീവന്മാരും ലയിച്ചു കിടക്കുന്നു. ഏതുപോലെയെന്നോ, പൊന്മാറ്റ് മെഴുകുണ്ട തന്നിൽ എന്നതുപോലെ. പൊന്മാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല പത്തരമാറ്റ് തങ്കം, ശുദ്ധമായ സ്വർണം, ചെമ്പിന്റെ അംശം കലരാത്ത സ്വർണം. മാറ്റ് പൊന്ന് എന്ന് പറയുന്നതിന് പകരമാണ് പൊന്മാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ നല്ല മാറ്റുള്ള തങ്കം, 24 കാരറ്റ് സ്വർണം എന്ന് പറയാറില്ലേ, 24 കാരറ്റ് ഗോൾഡ്. ആ ശുദ്ധമായ സ്വർണം, അതിനെ തന്നെയാണ് നമ്മൾ തങ്കം എന്ന് പറയുന്നത്. സ്വർണത്തിനും തങ്കത്തിനും എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരേ അർത്ഥത്തിലാണ് ഈ രണ്ട് വാക്കുകളും പ്രയോഗിക്കുന്നതെങ്കിലും തങ്കം എന്ന് പറഞ്ഞാൽ പ്യുവർ ഗോൾഡ്, ചെമ്പിന്റെ അംശം ചേർന്നിട്ടില്ല, 24 കാരറ്റ് സ്വർണം. അല്പം ചെമ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ മാറ്റ് കുറയും, അതിനെ നമുക്ക് സ്വർണം എന്ന് പറയാം. അതാണ് തങ്കത്തിനും സ്വർണത്തിനും തമ്മിലുള്ള വ്യത്യാസം. അയാൾ നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവും ഒരു കുറവും നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ പറ്റില്ല, ആരോപിക്കാൻ പറ്റില്ല. ഇങ്ങനെ മെഴുകുണ്ടയിൽ, മെഴുകുണ്ട എന്ന് പറഞ്ഞാൽ എന്താ? മെഴുകുണ്ടല്ലോ, ആ മെഴുകിനെ ഒരു ഉരുള പോലെ ഉരുട്ടിയെടുത്ത് അത് അല്പം ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് അതിനെ ഉരുട്ടിയെടുക്കാം. നീളത്തിലോ വട്ടത്തിലോ ഉരുണ്ടയാക്കിയോ ഏത് ഫോമിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ മെഴുകുണ്ട, ഗോളാകൃതിയിലുള്ള ആ മെഴുകിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്വർണത്തരികളെപ്പോലെ ആണ് ഈ ജീവന്മാർ ഈ മഹാസുഷുപ്തിയിൽ കഴിയുന്നത്. മെഴുക് സ്വർണത്തരികളും കൂടെ മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ ഉരുകിയ മെഴുകിൽ സ്വർണത്തരികളും കൂടെ കലർത്തി അതിനെ ഒന്ന് തണുപ്പിച്ചിട്ട് ഉരുട്ടിയെടുത്താൽ അതിലെന്തുണ്ടാവും? ഒരു ഉണ്ട മെഴുകിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്വർണത്തരികൾ. ഇതുപോലെയാണ് അവ്യക്താവസ്ഥയിൽ കഴിയുന്ന ജീവന്മാരുടെ സ്ഥിതി. പൊന്മാറ്റ് മെഴുകുണ്ട തന്നിൽ എന്നതുപോലെ വാസന പോലെ ലയിച്ചിരിക്കും കാലത്തിങ്കൽ ശാസന ചെയ്യും ജഗന്നായകൻ സൃഷ്ടിക്കായി. ഇങ്ങനെ ജീവന്മാർ ഈ അവ്യക്താവസ്ഥയിൽ ലയിച്ചു കിടക്കുമ്പോൾ, ആ ഓരോ ജീവനും ഉണർന്നു വരുമ്പോൾ തന്റെ പൂർവ്വവാസനകൾക്കനുസരിച്ചാണ് ഉണർന്നു വരുന്നത്. ആ വാസനകളൊന്നും നഷ്ടമാവില്ല. കഴിഞ്ഞ ജന്മത്തിൽ ഏതൊക്കെ ആഗ്രഹങ്ങളോട് കൂടിയാണോ ശരീരം ത്യജിച്ചത്, എന്തൊക്കെ ചെയ്തു തീർക്കണം എന്ന വിചാരത്തോടു കൂടിയാണോ ദേഹത്യാഗം നടത്തിയത്, അതെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. അത് പൂർത്തീകരിക്കുകയാണ് അടുത്ത ജന്മത്തിന്റെ അല്ലെങ്കിൽ പുനർജന്മത്തിന്റെ ലക്ഷ്യം. അപ്പൊ ആ വാസനകളൊന്നും
നഷ്ടമാവില്ല, ഒക്കെ ലയിച്ചു കിടക്കും എന്നർത്ഥം. അപ്പോ മെഴുകുണ്ട തന്നിൽ പൊന്മാറ്റ് എന്നതുപോലെ വാസന പോലെ അവരവരുടെ വാസനയ്ക്കനുസരിച്ച് ലയിച്ചിരിക്കും കാലത്തിങ്കൽ ഈ ജീവന്മാർ ലയിച്ചു കിടക്കുമ്പോൾ, അങ്ങനെ ഇരിക്കുമ്പോ സൃഷ്ടിക്കുള്ള സമയമെടുക്കുമ്പോൾ അതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? പറഞ്ഞില്ലേ, ജഗദീശ്വരൻ. അദ്ദേഹമാണ് എപ്പോഴാണ് സൃഷ്ടി നടത്തേണ്ടത്, ഈ ജീവന്മാരെ എപ്പോഴാണ് ഉണർത്തേണ്ടത്, എപ്പോഴാണ് പ്രപഞ്ച സൃഷ്ടി തുടങ്ങേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കുന്നത് ആ സർവേശ്വരനാണ്. ആ സൃഷ്ടിക്കുള്ള സമയമട് ആകുമ്പോൾ കാലത്തിങ്കൽ ശാസന ചെയ്യും ജഗന്നായകൻ സൃഷ്ടിക്കായി. ജഗത്തിന്റെ നായകനായ ആ സർവേശ്വരൻ ഭഗവാൻ ജഗദീശ്വരൻ സൃഷ്ടി നടത്തുന്നതിനായി തയ്യാറാവുന്നു. ശാസന ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നു, വേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്നു, തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഈശ്വരൻ ജീവന്മാരുടെ ഭോഗത്തിനായിട്ടാണ് സൃഷ്ടി നടത്തുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് ഈ സൃഷ്ടി കൊണ്ട് വിശേഷിച്ച് ഒരു പ്രയോജനവും ഇല്ല. ഈ സൃഷ്ടിയിലുള്ള ഒന്നും ഈശ്വരന് വേണ്ട. അങ്ങനെ ഒന്നും വേണ്ടാത്ത ഈശ്വരനാണ് അദ്ദേഹം സൃഷ്ടിച്ച ജഗത്തിലുള്ള പദാർത്ഥങ്ങളെ നാം സമർപ്പിക്കുന്നത്. എത്ര വിഡ്ഢിത്തമാണെന്ന് നോക്കൂ. നമ്മൾ സമർപ്പിക്കുന്ന ധൂപദീപങ്ങളും ഫലമൂലാദികളും അല്ലെങ്കിൽ പൂജാദ്രവ്യങ്ങളും ജഗത്തിനകത്ത് പെടുന്നതാണ്. ഏത് ജഗത്തിൽ? ഈശ്വര സൃഷ്ടമായ ജഗത്തിൽ. വഴിയിൽ നിന്ന് കിട്ടിയ തേങ്ങയെടുത്ത് ഗണപതിക്ക് അടിക്കുന്നത് പോലെ അല്ലേ ഇത്? ഓസിന് കിട്ടിയ തേങ്ങ ആരുടെയോ പറമ്പിൽ നിന്നിരുന്ന തെങ്ങിൽ നിന്ന് നമ്മൾ നടന്നു പോകുമ്പോൾ മുമ്പിൽ വീണ തേങ്ങ, എന്നാ പിന്നെ അതെടുത്ത് തൊലിച്ച് ആ തേങ്ങ ഗണപതിക്ക് അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ ആ പുണ്യം കൂടെ ഇന്ന് കിട്ടുമല്ലോ. എങ്ങനെ കിട്ടാനാണ്? വല്ലവന്റെയും പറമ്പിലെ തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിച്ചത് കൊണ്ട് എങ്ങനെ പുണ്യം കിട്ടും? ഇതുപോലെ ഈശ്വര സൃഷ്ടമായ ജഗത്തിലുള്ള പദാർത്ഥങ്ങളെ നാം തിരഞ്ഞെടുത്ത് ഇതേ ഈശ്വരന് തന്നെ സമർപ്പിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നതോ ഈ ജഗത്തിലുള്ള എന്നെങ്കിലും ഒരു ദിവസം നശിച്ചു പോകുന്ന നശ്വര ഭോഗങ്ങളെയും പദാർത്ഥങ്ങളെ. ഇതല്ലേ കൂട്ടരെ ശരിക്കുള്ള വിദ്യ? ചിന്തിച്ചു നോക്കൂ, ഇരുന്നാലോചിക്കൂ. കിടന്നാലോചിച്ചാലും ദോഷമൊന്നുമില്ല, ഉറങ്ങി പോരുന്നതേ ഉള്ളൂ. ആലോചന തുടരണം, മനനം തുടരണം. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഈശ്വര സൃഷ്ടമായ ജഗത്തിലുള്ളതിനെ ഈശ്വരന് തന്നെ കൊടുക്കുന്നത് വിഡ്ഢിത്തം ആണ്. എന്നാലും ഭക്തന് ഭഗവാൻ എന്തെങ്കിലും കൊടുക്കണം എന്ന് തോന്നിയാൽ ഈ പ്രപഞ്ചത്തിലുള്ളതല്ലേ എടുത്തു കൊടുക്കാൻ പറ്റൂ, വേറെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് ആ സമർപ്പണം ചെയ്യുന്നതിൽ ദോഷമൊന്നുമില്ല. പക്ഷേ ശരിയായ സമർപ്പണം എന്തെന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കുമോ? ഈ കാണുന്നതെല്ലാം ഈശ്വരന്റെ സൃഷ്ടിയിൽപ്പെട്ടതാണ്. ഈ സൃഷ്ടിക്കപ്പെട്ട സകലതിന്റെ അകവും പുറവും ആ സർവേശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് മറക്കാതെ ഓർമ്മിക്കാൻ കഴിഞ്ഞാൽ അതിൽ പരം വലിയ ഒരു സമർപ്പണം ജഗദീശ്വരന് നൽകാൻ ഇല്ല. ചുരുക്കം എന്താ? ഈശാവാസ്യമിദം സർവം. ഇത് മറക്കാതെ ഓർമ്മിക്കാൻ പറ്റുമോ? അത് തന്നെയാണ് ഈശ്വര സ്മരണ. എല്ലാറ്റിന്റെയും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു ഈ ഭഗവാൻ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം എന്നല്ലേ ദൈവദശകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത്. ഈശ്വരന്റെ മഹത്വം പ്രപഞ്ചത്തെ കണ്ടു പഠിക്കൂ. ഈ വൈവിധ്യമേറിയ ജഗത്ത് ഈശ്വരന്റെ സൃഷ്ടിയിൽ പെട്ടതാണ്. ഇതിന്റെ ഉള്ളിലും പുറത്തും ആ ജഗദീശ്വരൻ ഇടതിങ്ങി നിൽക്കുന്നു. ഈ ഭാവന നിരന്തരം ഉറപ്പിക്കുന്ന ഒരാൾക്ക് ഈശ്വരന് ഈ ഭാവനയല്ലാതെ വേറെ എന്ത് കൊടുക്കാനുണ്ട്? അദ്ദേഹത്തിന് അമ്പലത്തിൽ പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്ക് ധൈര്യവും സ്വാതന്ത്ര്യവും അതിനുള്ള അവകാശവും ആചാര്യന്മാർ നൽകിയിട്ടുണ്ട് എന്നുകൂടെ ഓർമ്മിക്കുക. ഞാൻ ഇത്ര ആധികാരികമായി പറയാൻ കാരണം അതിന്റെ പുറകിലുള്ള ചേതോവികാരം അഹങ്കാരമല്ല. സത്യത്തെ നല്ലതുപോലെ വിചാരം ചെയ്ത് ആചാര്യന്മാരും ശാസ്ത്രവും പറഞ്ഞ കാര്യം നല്ലതുപോലെ ഉൾക്കൊണ്ട് അത് ശരിയാണ് എന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്വാതന്ത്ര്യത്തോടുകൂടി ഇത്ര ദൃഢതയോടുകൂടി ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. എന്തായാലും ഇന്നത്തെ സമയം അവസാനിച്ചു കഴിഞ്ഞു.
തുടർന്നും ഈ സൃഷ്ടിയെക്കുറിച്ച് എന്താണ് ചിന്താരത്നത്തിൽ പറയുന്നത് എന്ന കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം.